രാവിലെ തന്നെ കെട്ടിയവനെ വിളിച്ചുണർത്തിയിട്ട് മീൻ വാങ്ങിക്കാൻ പറഞ്ഞു വിട്ടു. കിട്ടിയത് നല്ല അടിപൊളി വറ്റ. അപ്പോൾ അതങ്ങോട്ട് കഴുകി മാറ്റി വെച്ചു. ഇന്നലെ പച്ചക്കുട്ടീനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ച് തിരിച്ചു വരുന്ന വഴിക്ക് ദേ ഈ ഒരു ചീര ഇരിക്കുന്നുണ്ട്. അതും കൈയോടെ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നെ. അപ്പോൾ ആദ്യം തന്നെ മീൻ വറുക്കാൻ ആവശ്യമായിട്ടുള്ള മസാലകൾ വീടുകളിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുകയാണ്. അപ്പോൾ മീൻ ആദ്യം തന്നെ പുരട്ടി വെക്കുകയാണെങ്കിൽ ഉപകാരം എന്താണെന്ന് വെച്ചാൽ നന്നായിട്ട് ഈ മസാല പിടിക്കും, നല്ല ടേസ്റ്റും ആയിരിക്കും. ഇനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ മീനെ ഇനം തിരിക്കുക എന്നതാണ്. എല്ലുള്ള പീസുകളും എല്ലില്ലാത്ത പീസുകളും രണ്ടായിട്ട് തിരിച്ച് മാറ്റി വെച്ചു. ഈ ഒരു ബോക്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എവിടെയെങ്കിലും കണ്ടിട്ടില്ല, അതൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ, ഭയങ്കര യൂസ്ഫുള്ളാണ്. അപ്പം മീനൊക്കെ ദേ മാറ്റി വെച്ചതെല്ലാം പുരട്ടി അങ്ങോട്ടെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് പരിപ്പ് ഞാനൊന്ന് സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ കയ്യോടൊരു ചീനച്ചട്ടിയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നേരെ അടുപ്പിലോട്ട് വെച്ചു. ഞാൻ ദേ ഈ ഒരു ചോപ്പർ ഉപയോഗിച്ച് അതിനെ അങ്ങ് കുഞ്ഞു കുഞ്ഞാന്ന് അങ്ങ് അരിഞ്ഞെടുത്തു. എന്നിട്ട് നമ്മുടെ പരിപ്പിലേക്ക് അത് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് വേഗം ഈസിക്ക് ഒരു മോര് ഒന്ന് കാച്ചിയും കൂടെ എടുക്കുന്നുണ്ട്. ഈ മോരൊന്ന് താളിച്ചും കൂടി കഴിഞ്ഞപ്പോൾ ആ പരിപാടി അവിടെ കഴിഞ്ഞു. അൽഹംദുലില്ലാ. ഇനിയിപ്പോൾ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ചീരയ്ക്ക് വേണ്ടിയിട്ടുള്ള അരപ്പൊന്ന് കൂട്ടണം. അപ്പോൾ തേങ്ങായും കൊച്ചുള്ളിയും കുറച്ച് വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം കൂടി ഇട്ട് ഇടിച്ചിടിച്ച് ചതച്ച് ചീരയിലിട്ടിട്ട് കൊടുത്ത് ഒന്ന് മൂടി വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. ഇനിയാണ് മെയിൻ ടാസ്ക് ഉള്ള പരിപാടി. എണ്ണ അധികം ഉപയോഗിക്കാതെ കുറച്ച് ഓയിലിൽ നമ്മുടെ മീനൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഇതെടുത്തുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ ഒരു കാര്യം ആലോചിച്ചത്. പണ്ടുണ്ടല്ലോ മീൻ വളരെ കുറച്ച് എണ്ണയിൽ പൊരിച്ചെടുത്തപ്പോൾ എൻ്റെയൊക്കെ എന്നോട് പറഞ്ഞതാണ് ആവശ്യത്തിലധികം എണ്ണ ഒഴിച്ചിട്ട് മീൻ പൊരിക്കുക, അതാണ് ടേസ്റ്റ്, കഴിക്കുമ്പോൾ നല്ല ആസ്വദിച്ച് കഴിക്കണമെന്ന്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞെന്താണെന്നറിയാമോ? എണ്ണയ്ക്കൊക്കെ എന്താ വില, സൂക്ഷിച്ചുപയോഗിക്കണേ എന്നാണ്. കാലം പോയൊരു പോക്കെ. അപ്പോൾ മീൻ പൊരിക്കാനിട്ട ശേഷം ഞാനൊരു പഴം എടുത്തങ്ങ് കഴിച്ചു കേട്ടോ. ഇക്ക വന്നതിന് ശേഷമാണ് ഞാൻ ചോറ് കഴിക്കാറ്. അപ്പോൾ അതുവരെ എനിക്ക് താങ്ങാൻ പറ്റത്തില്ല. അപ്പോൾ ചോറ് കഴിക്കുന്നതിന് മുമ്പ് ഒരു പഴം എല്ലാം കഴിച്ചു. പിന്നെ കൊച്ചു ഇക്കയും കൂടെ വന്നതിന് ശേഷം ചോറൊക്കെ വിളമ്പി. പിന്നെ ഇക്ക കൊണ്ടുവന്ന് നല്ലൊരു റെഡ് വെൽവെറ്റിൻ്റെ ഐസ്ക്രീമും കൂടെ കഴിച്ചു. ഇന്നത്തെ ഡേ ഇവിടത്തെ ഒന്ന് അപ്പോൾ ഓക്കെ.